നമസ്കാരം. ഏറെ വർഷമായിട്ട് എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഡാൽബി മാനുവൽ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാനും അദ്ദേഹം വളരെ അടുത്ത് പരിചയിച്ചിട്ടുണ്ട്, അടുത്ത് പഴകിയിട്ടുണ്ട്. അദ്ദേഹം 3 വർഷത്തേക്കോ മറ്റോ 6 വർഷത്തേക്കോ മറ്റോ അദ്ദേഹം എറണാകുളത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്നു. വളരെ നല്ല രീതിയിൽ ആ ദൗത്യം അദ്ദേഹം കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജോസ്മി തോമസ്. ജോസ്മി തോമസ് ഒരു കുടുംബിനിയായിട്ടാണ് ആദ്യം ഞാൻ അവരെ കാണുന്നത്. ഒരു നല്ല ഭാര്യ, നല്ല സഹധർമ്മിണി, ഒരു നല്ല മകൾ, ഒരു നല്ല മരുമകൾ, ഒരു നല്ല അമ്മ. കാരണം അവർക്ക് രണ്ടുപേർക്കും കൂടി 4 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആദ്യത്തേത് ഒരു മകൻ എറിക്, രണ്ടാമത്തെ ഒരു മകൾ ഈഷ, പിന്നെ ഈ മകൾ ഈവ, പിന്നെ ഐലീൻ മകൾ. അങ്ങനെ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമായി 4 മക്കൾ അവർക്കുണ്ട്. ഇവർക്കെല്ലാവർക്കും നല്ലൊരു അമ്മ, നല്ലൊരു മരുമകൾ. ഡാൽബിയുടെ അമ്മ അവരുടെ കൂടിയാണ് താമസിക്കുന്നത്. നല്ലൊരു മരുമകൾ, നല്ലൊരു അമ്മ, നല്ലൊരു സഹധർമ്മിണി, നല്ലൊരു ഭാര്യ, നല്ലൊരു കുടുംബിനി ആയിട്ടാണ് ഞാൻ അവരെ ആദ്യം കാണുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലാക്കി അവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ടീച്ചറായി പഠിപ്പിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അവർ ഒരു സംരംഭകയായി മാറിയത്, ഒരു വനിതാ സംരംഭക. അവർ ഒരു ഡയറി ഫാം ആരംഭിച്ചു. ഈ ഡയറി ഫാമിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് ഡയറി ഫാം ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ പല വേഷങ്ങളും ഒരുമിച്ച് ധരിച്ച ഒരു വ്യക്തിയാണ് ജോസ്മി തോമസ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ അതൊന്നുമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവർ പിന്നീട് ഒരു വക്കീലായി ഹൈക്കോടതിയിൽ അവർ അഭിഭാഷകയായി ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് അത്ഭുതപ്പെടുത്തിയെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് അതിലൊക്കെ കൂടുതൽ അത്ഭുതം. കാരണം അവർ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്കുള്ള ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, കൈപ്പത്തി അടയാളത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ട് അവർ മത്സരിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേട്ടു. അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വേഷങ്ങൾ ഒരു സ്ത്രീക്ക്, ജീവിതത്തിലെ വേഷങ്ങൾ, സിനിമയിലത്തെ വേഷമല്ല, ശരിക്കുള്ള ജീവിതത്തിലെ വേഷങ്ങൾ ഒരു സ്ത്രീക്ക് അണിയാൻ പറ്റുമോ എന്ന് അത്ഭുതപ്പെടുത്തി. ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ജോസ്മി തോമസ് ഇലക്ഷൻ ജയിക്കും. അവർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പറാകും. എന്തിനു പറയുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. അത്രയും വ്യക്തിത്വവും അത്രയും ഭയഭക്തിയും അത്രയും ധന്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ജോസ്മി തോമസ്. അവർ ഡാൽബിയുടെ ഭാര്യ എന്ന് മാത്രമല്ല, അവർക്ക് ഏതോ ദൈവത്തിൻ്റെ ഒരു കൃപ കൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ജയിക്കും. എല്ലാ ഭാവുകങ്ങളും ഞാൻ നൽകുന്നു. അവർ തീർച്ചയായിട്ടും ജയിച്ചു വന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകും. ഇതെല്ലാമാണ് നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. വെറുതെ മുദ്രാവാക്യം ആയിട്ട് നടക്കുന്നതല്ല, വെറുതെ ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. ജോസ്മി തോമസ് ആണ് സാക്ഷാൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉദാഹരണം. അവർ ജയിക്കട്ടെ. അവരെപ്പോലെ ഒരുപാട് സ്ത്രീകൾ കേരളത്തിലും ഇന്ത്യയിലും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ വിജയാശംസകളും. നിങ്ങളെല്ലാവരും അവർക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.